ഹായ് ഹലോ എല്ലാവർക്കും ബൂസ്റ്റാരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോൻ്റെ ഇൻട്രോ എടുക്കുന്നത് വേറെ സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഞങ്ങളെ ആനിവേഴ്സറി വ്ളോഗാണ്. ആനിവേഴ്സറി അപ്പോൾ ഏട്ടാ അനിയത്തിൻ്റെ അടുത്ത് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള പൈസയൊക്കെ കൊടുത്ത് വാങ്ങാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. ഞാൻ ചേട്ടൻ വിഷ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഗിഫ്റ്റൊന്നും ഉണ്ടാവില്ല ഇപ്രാവശ്യം വിചാരിച്ചു. പക്ഷേ ഇതുവരെ മുടങ്ങിയിട്ടൊന്നുമില്ല, എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഗിഫ്റ്റ് തരലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വൈകുന്നേരമായിട്ട് ഒരു അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഇപ്രാവശ്യം ഉണ്ടാവില്ല. കാരണം ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റ് ഇപ്പോൾ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ഏട്ടൻ പോണേൻ്റെ ഒരു 3-4 ദിവസം മുന്നെയാണ് നമ്മൾ ബർത്ത്ഡേ കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ വേറെ ഗിഫ്റ്റൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റൊന്നും ഇല്ലേ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞപ്പോൾ 2 ദിവസം മുന്നേ അല്ലേ മറ്റേ ഗിഫ്റ്റ് വാങ്ങി തന്നതെന്നൊക്കെ പറഞ്ഞ് നിൽക്കണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നിന്ന് പിന്നെ ഞാൻ അതൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ ഇവള് ഒരു ഡ്രസ്സും കടയത്തെ കവറും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് സർപ്രൈസായിട്ടൊക്കെ തന്നൊക്കെ ചെയ്തു. ഞാൻ ചോദിച്ചു ജയഷേട്ടൻ വാങ്ങി തന്നതാണോ ചോദിച്ചു. കാരണം ഓള് ഇത് വാങ്ങി തരുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ജയഷേട്ടൻ വാങ്ങാൻ പറഞ്ഞതാണ് ചോദിച്ചു. അപ്പോൾ അല്ല ഞാൻ വാങ്ങി തന്നതാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ചുരിദാറൊക്കെ നോക്കിയിട്ട് നല്ല രസമുണ്ട്, ഇല്ലാത്ത കളറാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റൊക്കെ നോക്കിയിരിക്കുന്നു. ഏതായാലും എനിക്ക് സംഭവം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞ് നോക്കി ചുരിദാറൊക്കെ വെച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം. അപ്പോൾ പൊന്നൂസിന് ഗിഫ്റ്റ് വേണം പറഞ്ഞിട്ട് ഓളും ഒരു വഴിക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് പൊതിയിലൊക്കെ പൊതിഞ്ഞൊക്കെ കിട്ടിയപ്പോൾ പിന്നെ പൊന്നൂസ് വിചാരിച്ചു എനിക്ക് മാത്രം ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ അതിൽ കിൻഡർ ജോയും അതുപോലെ തന്നെ മിന്നീൻ്റെ ബുക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓളത് കിട്ടിയപ്പോൾ പിന്നെ ഓളും ഹാപ്പിയായി. തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയതായതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ചുരിദാറിന് നോക്കിയിട്ട് മതിയാവണം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ രാവിലെ തൊട്ടിട്ട് ഇങ്ങനെ ഏട്ടൻ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റിൻ്റെ കാര്യം പറയും. ചിലപ്പോൾ എന്നോട് വാങ്ങിക്കാൻ ഞങ്ങൾ ഇങ്ങനെ സർപ്രൈസ് ആയിട്ടൊന്നും തരലില്ല. സാധാരണ എന്തെങ്കിലും കൊണ്ടുപോയി വാങ്ങിക്കുക അല്ലെങ്കിൽ എന്നോട് പോയി വാങ്ങാനൊക്കെ പറയലാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഗിഫ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയൊരു ബോക്സും കൂടെ ഉണ്ടായിരുന്നു. അത് തുറന്ന് നോക്കിയപ്പോൾ അതിലൊരു ഹെയർ കളർ ചെയ്യണ ആ ഒരു ഇതിൻ്റെ ബോക്സ് ആയിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും അത് തന്നെയാണോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ക്യൂട്ടായിട്ടുള്ള 2 കമ്മലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമ്മൽ. അപ്പോൾ അതുകൂടെ വിചാരിച്ചിട്ടായാലും ചിലപ്പോൾ ഏട്ടൻ കമ്മലും കൂടെ വാങ്ങിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഏതായാലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന 2 കമ്മലുകൾ അത് എന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചുരിദാറിനെക്കാട്ടിലേക്ക് കമ്മൽ കണ്ടപ്പോഴാണ് സന്തോഷമായത്. 2 കമ്മൽ അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കി ഞാൻ അവർക്കൊക്കെ കാട്ടി കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിങ്ങനെ നിന്നപ്പോഴാണ് അനിയത്തി തന്നെ കഴിഞ്ഞിട്ടില്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനിയും ഗിഫ്റ്റ് ഉണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല കേക്കാണ് ഇനിയുള്ളത് പറഞ്ഞിട്ട് കേക്കും കൊണ്ടുവരുന്നുണ്ട്. സാധാരണ ഏട്ടന് ഇതൊക്കെ അറേഞ്ച് ചെയ്യലുണ്ട്. ചാത്തല്ലൂരായിരിക്കുമ്പോഴും അവിടെ നിന്ന് കുട്ടികളോടൊക്കെ പറഞ്ഞിട്ട് കേക്ക് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ട് അവർ കേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരലും ഒക്കെ ഉണ്ട്. ഇപ്രാവശ്യം കേക്കിൻ്റെ കാര്യം ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഏതും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് കേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ പൊന്നൂസ് പറഞ്ഞു ഞാനാ മുറിക്കണത്, എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞു. സാധാരണ ബർത്ത്ഡേക്കാണല്ലോ കേക്ക് മുറിക്കൽ. അപ്പോൾ അവൾ ആ ഒരു ഇതിൽ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഞാനാ മുറിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആദ്യം വന്ന് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു വഴിക്ക് പോയതായിരുന്നു കേട്ടോ. പൊന്നൂസിനെ കൊണ്ട് പാർക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് പോയി വന്നതിന് ശേഷമാണ് പിന്നെ ഈ കേക്ക് കട്ട് ചെയ്യണത്. അപ്പോഴേക്കും അനിയത്തി വൈകുന്നേരം അവൾ ഓഫീസ് കഴിഞ്ഞ് വന്ന സമയത്ത് വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു ഇതൊക്കെ. അപ്പോൾ പൊന്നൂസ് ഞാനും കൂടെ കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് ഈ ഒരു വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ആഘോഷിച്ചു. പക്ഷേ ഏട്ടല്ലാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ചാത്തല്ലൂരൊക്കെ ആകുമ്പോൾ വെഡിങ് ആനിവേഴ്സറിൻ്റെ ടൈമിൽ ഏട്ടൻ ഇല്ലെങ്കിലും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടനും കൂടെ കാട്ടിയിട്ടൊക്കെയാണ് കേക്ക് കട്ട് ചെയ്യൽ. പക്ഷേ ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏട്ടനെ വിളിച്ചിട്ടും കാര്യമില്ല, കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ പിന്നെ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് തന്നെയാണ് ഏട്ടനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ ഏട്ടനെ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സർപ്രൈസ് കാര്യം ഇവൾ പറഞ്ഞോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു സമയത്തൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കേക്ക് വാങ്ങിയതും ഡ്രസ്സ് വാങ്ങിയതും ഒന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ പാർക്കിൽ പോയി വന്ന് പൊന്നൂസ് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അമ്മ ഫുഡ് കഴിച്ചിട്ട് കേക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് ബ്രോസ്റ്റും വാങ്ങാൻ പറഞ്ഞിട്ട് ബ്രോസ്റ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ആനിവേഴ്സറി മൊത്തത്തിൽ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ ഉണ്ടായിരുന്നില്ല, ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. സാധാരണ ആനിവേഴ്സറിക്കൊക്കെ ഉണ്ടാവാറുണ്ട്. 1-2 ആനിവേഴ്സറി മാത്രമേ ഞങ്ങൾ ഒരുമിച്ചല്ലാതെ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ആനിവേഴ്സറിക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്ന് ഞാൻ പൊന്നൂസിനെ പ്രഗ്നൻ്റ് ആയിക്കണ സമയത്തായിരുന്നു ഒരു ആനിവേഴ്സറിക്കില്ലായിരുന്നത്. അതിന് ശേഷം പിന്നെ ഈ ആനിവേഴ്സറിക്കാണ് തോന്നുന്നത് 8 ആനിവേഴ്സറിയിൽ ബാക്കി ഇതിനായിരുന്നു ഉണ്ടാവാഞ്ഞത്. കഴിഞ്ഞ ആനിവേഴ്സറി ഞങ്ങൾ 2 പേരും കൂടെ റിയാദിലായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്തു.
അപ്പോൾ പൊന്നൂസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു. സമയം 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞ് വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു. പൊന്നൂസിനോട് കേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച്. പിന്നെ അവൾ അതിൻ്റെ ബ്രോസ്റ്റത്തെ ആ ഒരു കിഴങ്ങിൻ്റെ അതൊക്കെ ആയപ്പോൾ പിന്നെ അവൾ ഇങ്ങനെ ഓക്കെ അത് മതി എന്നുള്ള രീതിയിലായിട്ടോ. അല്ലെങ്കിൽ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്തെങ്കിലും നോക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഈ കിഴങ്ങും കൂടെ കണ്ടപ്പോൾ പിന്നെ അവൾ അത് കഴിക്കാൻ വേണ്ടി നിന്ന് അങ്ങനെതായി. പിന്നെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ആ ഒരു സമയത്ത് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഈ ഒരു ആനിവേഴ്സറി ഇങ്ങനെ അടിപൊളിയായിട്ട് പോയി. പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു. കാരണം ഏട്ടൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയാണ് അധികം വാങ്ങിക്കാറില്ല. എനിക്കിഷ്ടപ്പെട്ടത് വാങ്ങിത്തരികയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോൾ ഒരു ഭയങ്കര എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് ഇങ്ങനെ തരുന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒന്നും കിട്ടാതെ നിന്നപ്പോൾ നല്ല വിഷമത്തിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചു, ഒന്നുമില്ലേ ഗിഫ്റ്റ്, കേക്ക് പോലും ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ സർപ്രൈസായിട്ട് അനിയത്തിനോട് വാങ്ങാൻ പറഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ ഇനി നേരെ പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ലവ് യു, ബൈ.